ഹായ് ഫ്രണ്ട്സ്, കന്നി എന്ന മലയാള വാക്ക് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആദ്യത്തേത് എന്ന അർത്ഥം സൂചിപ്പിക്കാനാണ്. കന്നി അംഗം, കന്നി അയ്യപ്പൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മാത്രമല്ല പത്രങ്ങളിലെ സ്പോർട്സ് പേജുകളിലൊക്കെ കന്നി സെഞ്ചുറി എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മലയാളം കലണ്ടറിലെ രണ്ടാമത്തെ മാസമാണ് കന്നി. ആദ്യത്തേത് എന്ന അർത്ഥമുള്ള കന്നി എങ്ങനെയാണ് രണ്ടാമത്തെ മാസമായി പോയത്? ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. വെൽക്കം ടു വാട്ടർ ആൻഡ് ക്യൂരിയോസിറ്റി. കന്നി എന്ന മലയാളം വാക്ക് കന്യ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മകൾ, യുവതി, കന്യക എന്നൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം. ആദ്യത്തേത് എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. ആദി, പ്രഥം എന്ന വാക്കുകളൊക്കെയാണ് ആദ്യത്തേത് എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്. മലയാളത്തിലും യുവതി, പെൺകുട്ടി എന്നൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം. മുമ്പ് കാലത്ത് സ്ത്രീകൾക്ക് പേരിടാനും കന്നി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. വടക്കംപാട്ടിലെ ഒരു കഥയിലെ നായികയുടെ പേര് തന്നെ മതിലേരി കന്നി എന്നാണ്. യുവതി, പെൺകുട്ടി എന്നൊക്കെ അർത്ഥം വരുന്ന കന്നി എന്ന വാക്കിന് ആദ്യത്തേത് എന്ന അർത്ഥം എപ്പോഴാണ് വന്നതെന്ന് കൃത്യമായി അറിയില്ല. എങ്കിലും ചില അഭിപ്രായങ്ങൾ നോക്കാം. പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന സ്ഥലം തമിഴകത്തിൻ്റെ ഭാഗം ആയിരുന്നല്ലോ. ആ സമയത്ത് മാസങ്ങളുടെ പേരുകൾ നക്ഷത്രങ്ങളുടെ പേരുകളായിരുന്നു. ചിത്തിര, കാർത്തിക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നീട് സംഘകാലത്തിന് ശേഷമാണ് രാശി, അതായത് ഭാരതീയ ജ്യോതിഷപ്രകാരമുള്ള രാശികളുടെ പേരുകൾ മാസങ്ങൾക്ക് വന്നു തുടങ്ങിയത്. ഉദാഹരണമായി സംസ്കൃതത്തിലെ കന്യരാശിയാണ് പിന്നീട് മലയാളത്തിൽ കന്നിരാശിയായത്. ഇത് ചേരരാജ്യമൊക്കെ ഉള്ള സമയത്തുള്ള സംഭവങ്ങളാണ്. ഈ ചേരരാജ്യമാണല്ലോ പിന്നീട് കേരളമായി മാറുന്നത്. അങ്ങനെ സംസ്കൃതത്തിലെ കന്യ രാശി പ്രാചീന കേരളത്തിലെത്തിയപ്പോൾ കന്നി രാശിയും അത് പിന്നീട് കന്നിമാസവും ഒക്കെ ആയി മാറുകയാണ് ഉണ്ടായത്. പക്ഷെ ആ സമയത്തും മേടം അഥവാ മേഷം തന്നെയായിരുന്നു വർഷാരംഭം. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ കന്നി ചില സ്ഥലങ്ങളിൽ കന്നി വർഷാരംഭം ആയി മാറി. ഇത് കൊല്ലവർഷം തുടങ്ങുന്നതിന് മുമ്പാണെന്നും അതല്ല കൊല്ലവർഷത്തിന് ശേഷമാണെന്നും അഭിപ്രായമുണ്ട്. അതുതന്നെ ചേരരാജ്യത്തിൻ്റെ അന്നത്തെ ചേരരാജ്യത്തിൻ്റെ ഇന്നത്തെ ഉത്തര കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്ഥലങ്ങളിലാണ് ഇങ്ങനെ മാറിയതെന്നും പറയുന്നുണ്ട്. അതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അത് കാർഷിക വൃത്തിയുടെ ഭാഗമായി കൊയ്ത്ത് ഒക്കെ തുടങ്ങുന്നത് കൊണ്ടാണ് അങ്ങനെ കന്നി വർഷത്തിൽ ആദ്യത്തെ മാസമായതെന്നും അതല്ല ഇത് കൊല്ലവർഷത്തിന് ശേഷമുള്ള ഒരു കഥയാണെന്നും പറയുന്നുണ്ട്. ആ കഥ ഞാൻ പറയാം. ആദ്യ മാസം കന്നി ആയതിനെ തുടർന്ന് പിന്നീട് ആദ്യത്തേത് എന്ന അർത്ഥത്തിൽ പിന്നെ കന്നി എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കന്നിക്കൊയ്ത്ത്, കന്നിപ്രസവം, കന്നി കായ്ക്കൽ, അതായത് ആദ്യമായിട്ടൊരു വൃക്ഷം കായ്ക്കുന്നതിന് കന്നി കായ്ക്കൽ എന്നൊക്കെയുള്ള പേരുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നാമതായിരുന്ന കന്നി എങ്ങനെയാണ് രണ്ടാമത്തെ മാസമായത് എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഇതിന് കൊല്ലവർഷത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് അന്ന് കേരളം ഭരിക്കുന്നത്, പ്രാചീന കേരളം ഭരിക്കുന്നത് രണ്ടാം ചേര സാമ്രാജ്യമാണ്. കുലശേഖരന്മാരുടെ ഭരണമാണ്. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി ഭരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കൊല്ലത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന, അന്ന് വേണാട് എന്ന രാജ്യം ഇല്ല എങ്കിലും ഇന്നത്തെ കൊല്ലത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഉദയമാർത്താണ്ഡൻ എന്ന് പറയുന്ന ഒരു കുലശേഖരൻ്റെ ഒരു സാമന്ത രാജാവ് അവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും ജ്യോതിഷികളുടെയൊക്കെ. അന്ന് കുലശേഖര രാജാവ് രാജശേഖര പെരുമാളാണ് യോഗം വിളിച്ചു കൂട്ടുന്നത്. അവിടെ കൊല്ലം അന്ന് വലിയൊരു വ്യാപാര കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യാപാരത്തിന് ഒരു ഏകീകൃത കലണ്ടർ അല്ലെങ്കിൽ മാസങ്ങളും തീയതികളൊക്കെ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വ്യാപാരത്തിന് നേരിടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഒരു ഏകീകൃത കലണ്ടർ രൂപീകരിക്കാനാണ് യോഗം ചേരുന്നത്. അപ്പോൾ അന്ന് മഹോദയപുരത്ത് വാന നിരീക്ഷണശാലയൊക്കെയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ ജ്യോതിശാസ്ത്രജ്ഞരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂട്ടി ഒരു മീറ്റിംഗ് വിളിക്കുകയും അവർ ഒരു പുതിയ അബ്ദം അഥവാ വർഷം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യാനുണ്ടായത്. കൊല്ലവർഷത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു കഥകളിൽ ഒന്ന് മാത്രമാണിത്. അങ്ങനെ അവർ അടുത്ത ചിങ്ങം 1 മുതൽ പുതിയൊരു വർഷം, അതായത് കൊല്ലവർഷത്തിന് മുമ്പ് തന്നെ ഈ ചിങ്ങം, കന്നി തുടങ്ങിയ മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു സ്റ്റാർട്ടിങ് 1 എന്നുള്ള തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചിങ്ങം 1 കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് രാജാവ് കുലശേഖര പെരുമാൾ അംഗീകരിക്കുകയും അങ്ങനെ ചിങ്ങം 1 അടുത്ത വർഷം, അതായത് ഏകദേശം AD 825 അത് തുടങ്ങിയെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഇന്നത്തെ ഉത്തര കേരളത്തിൻ്റെ ഭാഗം,
മൂഷക രാജവംശമായിരുന്നു ഭരിച്ചിരുന്നത്. അത് ചേര അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ കീഴിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കന്നി തന്നെയായിരുന്നു വർഷാരംഭമായി തുടർന്ന് പോന്നിരുന്നത്. പിന്നീട് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം 11ാം നൂറ്റാണ്ടിലാണ് മൂഷകരാജ്യം കുലശേഖരന്മാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. അതിനെ തുടർന്ന് നേരത്തെ ഉണ്ടായിരുന്ന കൊല്ലവർഷ കലണ്ടർ ആ സ്ഥലത്തേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ചിങ്ങം മുതൽ എണ്ണി തുടങ്ങുന്ന വർഷാരംഭത്തിൽ കന്നി 2ാമത്തെ മാസം ആയിപ്പോയി. അതാണ് നമ്മളിന്നും തുടരുന്നത്. ഈ കന്നി 1ാമത്തെ മാസമായി തുടങ്ങിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ വേറെ ചില ചരിത്രകാരന്മാർ വേറൊരു വാദം പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഈ ഉദയമാർത്താണ്ഡൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചിങ്ങം 1-ാം തീയതി വർഷാരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അത് ഉത്തര കേരളത്തിൽ, പ്രാചീന കേരളത്തിൽ ഉത്തരഭാഗത്ത് എത്തുമ്പോഴേക്കും 1 മാസം വൈകിയിരുന്നു ആ വിവരം അറിയാൻ വേണ്ടി. അങ്ങനെ അവർ കന്നിയിലാണ് വർഷാരംഭം തുടങ്ങി എന്നൊരു വാദം കൂടെ ചിലർ പറയുന്നുണ്ട്. പഴയ ഓർമ്മകളിൽ തുടർന്നുകൊണ്ട് കന്നി എന്ന വാക്ക് നമ്മൾ ഇപ്പോഴും ആദ്യത്തേത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മാസം ഇപ്പോൾ 2ാമതായാണ് തുടരുന്നത്. മറ്റൊരു കൗതുക വിവരവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.